2000 ഡിസംബർ 15 ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനദളം 284. നിരീശ്വരവാദം യാഥാർത്ഥ്യമല്ല. ദൈവത്തെ രൂപമില്ലാത്ത അല്ലെങ്കിൽ രൂപമുള്ള ഒന്നായി കാണാൻ ബുദ്ധിമുട്ടാണ്. ആ രൂപം വളരെയധികം അമൂർത്തമാണ്. രൂപമുള്ള ദൈവത്തെയാകട്ടെ വളരെയധികം പരിമിതമായാണ് അനുഭവപ്പെടുക. അതുകൊണ്ട് ചിലർ നിരീശ്വരവാദികളാകാൻ താൽപ്പര്യപ്പെടുന്നു. നിരീശ്വരവാദം ഒരു യാഥാർത്ഥ്യമല്ല, അത് ഒരു സൗകര്യമാണ്. നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള മനോഭാവമുണ്ടെങ്കിലോ നിങ്ങൾ സത്യാന്വേഷിയാണെങ്കിലോ നിരീശ്വരവാദം ചിതറിപ്പോകും. നിങ്ങൾ ഖണ്ഡിക്കാത്ത വാദത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. ആദ്യം ദൈവമുണ്ട് എന്ന വാദത്തെ ഖണ്ഡിക്കാതെയാണ് നിരീശ്വരവാദി ദൈവമില്ല എന്ന് പറയുന്നത്. ദൈവമില്ല എന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ജ്ഞാനം ആവശ്യമാണ്. അത്രയ്ക്കധികം ജ്ഞാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവമില്ല എന്ന് തെളിയിക്കാനും പറ്റുകയില്ല. എന്തെങ്കിലും ഒരു വസ്തു നിലനിൽക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ ഈ മുഴുവൻ പ്രപഞ്ചത്തെക്കുറിച്ചും നിങ്ങൾക്ക് അറിവുണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾക്ക് 100% നിരീശ്വരവാദിയാകാൻ പറ്റുകയില്ല. നിദ്രയിലാണ്ട വെറുമൊരു വിശ്വാസി മാത്രമാണ് നിരീശ്വരവാദി. ഞാൻ ഒന്നിലും വിശ്വസിക്കുന്നില്ല എന്ന് ഒരാൾ പറയണമെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ സ്വയം വിശ്വസിക്കണം എന്നാണ്. അപ്പോൾ അയാൾക്ക് തനിക്ക് പോലും അറിയാത്ത തന്നിൽ വിശ്വാസമുണ്ട്. നിരീശ്വരവാദിക്ക് ഒരിക്കലും ആത്മാർത്ഥതയുണ്ടാവുകയില്ല. കാരണം ആത്മാർത്ഥതയ്ക്ക് ആഴം ആവശ്യമാണ്. നിരീശ്വരവാദിയാകട്ടെ ആഴത്തിലേക്ക് പോകാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. അയാൾ എത്രത്തോളം ആഴത്തിൽ പോകുന്നുവോ അയാൾ ഒരു ശൂന്യത കണ്ടെത്തും. എല്ലാ സാധ്യതകളുടെയും ഇടമാണത്. അപ്പോൾ തനിക്കറിയാത്ത നിരവധി രഹസ്യങ്ങളുണ്ട് എന്ന കാര്യം അയാൾ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ അയാൾക്ക് സ്വന്തം അജ്ഞത സമ്മതിക്കേണ്ടി വരും. അതയാൾ നിഷേധിക്കുന്നു. കാരണം ആത്മാർത്ഥതയുണ്ടാകുന്ന ആ നിമിഷം തന്നെ അയാൾ സ്വന്തം നിരീശ്വരവാദത്തെ കാര്യമായി സംശയിച്ചു തുടങ്ങുകയായി. സംശയങ്ങളില്ലാത്ത നിരീശ്വരവാദിയാവുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുള്ള സംശയമില്ലാത്ത നിരീശ്വരവാദിയാകാൻ കഴിയുകയില്ല. നിരീശ്വരവാദി സ്വന്തം അജ്ഞത തിരിച്ചറിയുമ്പോൾ എന്താണ് ചെയ്യുക? അയാൾ എവിടെ പോകും? അയാൾ ഗുരുവിന്റെ അടുത്തു പോകുമോ? ഗുരു എന്താണ് അയാളെ ചെയ്യുക? ഉത്തരം അടുത്ത ആഴ്ച. ജയ് ഗുരുദേവ്.